വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ ഒരു സ്വീറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഞാൻ 2 പാക്കറ്റ് തൈര് എടുത്തിട്ടുണ്ട്. ഏത് തൈര് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അത് ഒരു തുണിയിൽ നമ്മൾ കെട്ടിയിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഊറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ ഈ അങ്ങനെ അരിപ്പയിൽ ഇതേപോലെ കെട്ടി അതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഊറി കിട്ടും. കണ്ടോ, ഇത്രയും വെള്ളം ഊറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പനീർ ടൈപ്പ് രീതിയിലാണ് നമുക്കത് കിട്ടുക, കട്ടിയായിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് അതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇനി അതിലേക്ക് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ, പൊടിച്ചിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം പാക്കറ്റ് വാങ്ങിച്ചിട്ട്, സാഷേ പോലെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് മുഴുവനായിട്ട് ഈ 2 പാക്കറ്റ് തൈരിൽ നിന്ന് വെള്ളം കളഞ്ഞിട്ടുള്ള തൈരിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇതുപോലെ മിക്സ് ചെയ്ത് നന്നായി സോഫ്റ്റ് ആക്കി എടുക്കാം. ഇനി വളരെ സിമ്പിളാണ്, നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കേ വേണ്ടോ. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരം മാത്രമേ നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കേണ്ടുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. തണുത്തതിന് ശേഷം കഴിക്കാം. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുകയാണെങ്കിൽ കൂടുതലൊരു ഐസ്ക്രീം ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഈ സൂപ്പർ ഈസി സ്വീറ്റ്.